യൂട്യൂബ് ചാനൽ. ഞാൻ നിൽക്കുന്നത് സൗദിയിലെ റിയാദിലെ വണ്ടർ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളോട് എത്തിയ സമയം ഏകദേശം 5 മണിയാണ്. അപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇരുട്ടായാലും ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളി വ്യൂ ആയിട്ടില്ല. എന്താ രസം നടന്നു നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ ഒരു വ്യൂ ആയിട്ടില്ല. നല്ല അടിപൊളി വ്യൂ. ഇവിടെ ഫ്രണ്ടിൽ അരയണ, ബാക്കിൽ ഒരു പെണ്ണ് കിടക്കുന്ന സീന്, ഇതേപോലെ വെള്ളച്ചാട്ടം. ഇവിടെ പൂച്ച പുലിയാന്നില്ല മനസ്സിലാവില്ല. എനിക്ക് കറക്റ്റ് എന്താന്ന് മനസ്സിലായില്ല. ഇത് ഗ്രാസ് വെച്ച് കട്ട് ചെയ്തുണ്ടാക്കിയതാണ് ഈ ഏരിയ മൊത്തം. ഈ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ബ്ലൂം എന്ന് പറഞ്ഞ ഒരു പേരിലാട്ടിൽ അറിയപ്പെടുന്നത്. ഫുള്ള് ഫ്ലവറാണ്. ഫ്ലവർ എന്നും പറഞ്ഞാൽ പോലെ കളർഫുൾ ഫ്ലവർ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരെ കയറി നോക്കട്ടില്ല എന്തൊക്കെ ഇല്ലെന്നുള്ളത്. ഇവിടെ മരങ്ങളൊക്കെ ഫുള്ള് ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ. ഇവിടെ 2 ലൈറ്റ് ഇട്ടില് നമ്മളെ മെക്കാവ് ഉണ്ടല്ലോ, മെക്കാവിൻ്റെ ഷേപ്പിൽ 2 ലൈറ്റ് ഇട്ടില്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫ്രെയിമും നല്ല ലുക്കാട്ടില്ല. ഇങ്ങോട്ടൊക്കെയാണ് ബാക്കിൽ അത് പൊന്തണ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പുറത്തും ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ യന്ത്രൂഞ്ഞാൽ. ഇപ്പുറത്ത് കുട്ടികളത്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ നല്ല കളർഫുള്ള് മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാട്ടില്ല. ഈ ഒരു ഏരിയ ഫുള്ള് ആർട്ടിഫിഷ്യലായ മരങ്ങളും ഉണ്ട്, നാച്ചുറലായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട്. ഈ മേലത്തെ ഈ മരങ്ങളൊക്കെ ആർട്ടിഫിഷ്യലാണ്, ഈ താഴത്തെ ഇതൊക്കെ നാച്ചുറലുമാണ്. അപ്പോൾ ഇവിടെ ഗെയിമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫൺ ഗെയിംസ് അങ്ങനത്തെ ഇതിലൊക്കെ പോകുമ്പോൾ കാർഡ് എടുത്തിട്ട് റീചാർജ് ചെയ്യല്ലോ. ആ റീചാർജ് ചെയ്തിട്ട് ഓരോ ഏരിയയിൽ എത്ര റിയാല വരുന്ന വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കണ്ട് ഇതൊക്കെ അല്ല സാധനം പൊന്തിട്ടില്ല. അവിടെ പൊന്തി ഇതേ പൊന്തിന്. ആൾക്കാർ ഫുള്ള് നല്ല ആൾക്കാരാട്ടിൽ. അയ്യോ നല്ല രസം കിട്ടും താഴ്ന്ന് കാണാൻ. മേലെ കയറാൻ വലിയ ധൈര്യമൊന്നുമില്ല. ട്രെയിനിൻ്റെ ഇതുണ്ട് കുട്ടികളതാണ്. അപ്പോൾ അതിലൊന്ന് കയറി നോക്കട്ടെ. സായോ സായോ പൊലി വരുമ്പോ ഉണ്ടായാ മതിയായിരുന്നു. കാക്കോക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പോകുന്നു. ഇപ്പൊ ഇങ്ങനെ ഫ്രണ്ടേക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോകാട്ടില്ല. എന്താ കളർഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് ഈ കളർഫുള്ള് മരങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ ഉണ്ടായതുകൊണ്ടേ ഭയങ്കര ആംബിയൻസ് ഇട്ടില്. ചെറുക്കനെ ഒരു പ്രാവശ്യം ഒരു ട്രെയിനൊക്കെ ആയിട്ട്. അപ്പൊ അവന് ഇനി ഫുള്ളി ഗെയിം പറഞ്ഞിരിക്കുന്നുണ്ട്. ഏതായാലും നോക്കട്ടെ, ഓരോന്നോരോന്ന് ഇങ്ങനെ കാണാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ പൈസ പോകണ വയ്യ കാണില്ല. ഒരുപാട് ഗെയിമുണ്ട്. പക്ഷേ ഒരു 250 റിയാലിൻ്റെ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഒരു വ്യക്തിക്ക് അൺലിമിറ്റഡ് ആണ്, ഒരാൾക്ക്. അത് മാറ്റാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മുടെ കയ്യിൽ ആ ഒരു ബാൻഡ് കെട്ടിയിട്ടുണ്ടാകും. ആ ബാൻഡ് പറിച്ച് കഴിഞ്ഞാൽ കയറിപ്പോവും ചെയ്യും. അപ്പോൾ ആ ഒരു ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗെയിം എത്ര പ്രാവശ്യം ഏത് ഗെയിം വേണമെങ്കിലും കളിക്കാം. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് വന്ന സമയത്ത് ഇതേ ഇവിടെ
ഇതിൻ്റെ താഴെ പസല് പോലെ ഇട്ടുകൊണ്ടില്ല ആ സ്ക്രീൻ എന്താ പറയുക ഭയങ്കര സ്ക്രീൻ ഇട്ടില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോഗ്രാം കണ്ട സ്ക്രീനാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ലൈറ്റൊക്കെ ഇട്ടി എന്താ രസം എന്ന് പറയാം കാണാൻ. നിങ്ങളുടെ കാണി ഫുള്ള് കളർ ഇട്ടില്ലേ, കളർഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ള് കളർ. പക്ഷേ എന്താ വൈബർ ഇതിൻ്റെ അകത്ത്. ഒറ്റ പ്രശ്നമുള്ളൂ, പൈസ പോണതറിയില്ല. ഇത് നല്ലൊരു രസം ഇട്ടില്ലേ. ഇതേ ഈ നൈറ്റിലായപ്പോഴേ ഒടുക്കത്തെ ലുക്ക് ഇട്ടില്ലേ. അതിലൊക്കെ ആൾക്കാരുണ്ടല്ലോ റബ്ബേ. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ സെക്ഷനിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാണ്. ഇത് ഏകദേശം ഫുള്ള് കളർഫുള്ളായ മരങ്ങളും അത്യാവശ്യം ചെറിയ ചെറിയ കുട്ടികൾക്ക് കളിക്കുന്ന ഗെയിം, ഇങ്ങനത്തെ കുറേ ഗെയിംസ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തിൽ. ഇനി ഇവിടുന്ന് അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ഏരിയ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഈ കാണുന്നത് നേരെ ഫ്രണ്ടിൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. അപ്പോൾ നേരെ ഞാൻ അതിൻ്റെ അകത്ത് കയറാം. ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് കയറാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ആൾ കയറ്റി വിടുന്നില്ല. അപ്പോൾ എന്തോ സംഭവം വരുന്നുണ്ട്. എന്തോ സംഭവം മനസ്സിലായില്ല, കാരണം അറബിയിലാണ് ആൾ സംസാരിച്ചത്. അപ്പോഴാണ് മനസ്സിലായത്. ബാക്കിൽ വരുന്ന സാധനം നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി ഫുള്ള് പച്ച കളറിൽ മരം, അതിൻ്റെ അടിയിൽ ഒരു ഗ്രീനറി, ഫുള്ളൊരു ഗ്രീനറി അറ്റ്മോസ്ഫിയറിലടിയിൽ ഇത് ഫുള്ളുള്ളത്. ഇത് ഫുള്ള് ഗ്രീനറി. കുറച്ചാൾക്കാർ ഡാൻസ് കളിക്കണ്. വീൽ ഷൂയിലാട്ടില്ല ഇവർ പോണത്. ഇത് അതിൻ്റെത് ഒരു ഗ്രീനറി ടൈപ്പ്. ഇനി അടുത്തത് ബട്ടർഫ്ലൈയുടെ ഒരു വണ്ടി. അത് നേരെ കളഞ്ഞ് അതിൻ്റെ ബാക്കിൽ ഇത് വേറൊരു ടീം ബട്ടർഫ്ലൈയുടെ ഇത് ഡാൻസ് കളിക്കണ്. അത് കഴിഞ്ഞ് ഫ്ലവറിൻ്റെ ഒരു വണ്ടി. അടിപൊളി രസം, നല്ല രസം ഉണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് ചെയ്തിട്ട് 3 വണ്ടി പോയി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറത്. എപ്പോഴും ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലുള്ള ടീംസ്, ഫ്ലവേഴ്സിൻ്റെ ടീംസ് ഇപ്പോഴും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ നീങ്ങി ഉള്ളിൽ പോയി. ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അകത്ത് കയറി വെക്കാം. അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. ബട്ടർഫ്ലൈയുടെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതേ നോക്കണേ. സെൻട്രലിൽ നിന്ന് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്ക് ഫോട്ടോ ആണ്. പക്ഷേ ഈ ടൈമിൽ ഞാൻ എടുത്തു പതിയുന്നില്ല, കാരണം ലൈറ്റ് കൂടുതൽ, ഫേസിക്ക് ഒരു ലൈറ്റും വരുന്നില്ല. അതിൻ്റെ അപ്പുറം ഫുള്ള് ലൈറ്റ്. അപ്പോൾ എടുക്കുന്ന ഫോട്ടോ ഒക്കെ ബ്ലാക്ക് കളറാണ്. ഗെയിം ഒരു രക്ഷയില്ലാത്ത ഒരുപാട് ഗെയിംസ് ഉണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് അഡ്വഞ്ചേഴ്സ് പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പരിപാടി അറിയും, എത്രങ്ങാനും പരിപാടി. ഇങ്ങോട്ട് നോക്കാൻ ഈ കാണൊക്കെ ഇതാക്കി പല രീതിയിലുള്ള കുട്ടികൾക്കില്ലതുണ്ട്, വലിയവർക്കില്ല, ഹെവി ഉണ്ട്, ഭയങ്കര എക്സ്ട്രാ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ പോണത് കുട്ടികൾക്കില്ല വന്നിട്ടില്ലേ. ഈ കാണുന്നേങ്ങായി ആ കാണുന്ന മറ്റേ വലിയ ഇതുണ്ടല്ലോ, അയിമ കയറണം എന്ന് പറഞ്ഞ് പോകുന്നതാണ് പുറത്തുനിന്ന്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ കാണി ഈ കുട്ടികളൊപ്പം ഇതിന്മേൽ കയറി ഇരിക്കുക. എന്താ എനിക്കൊരു ബേജാറ്.
ഇത് സോയ കരയുണ്ട് കേട്ടോണ്ടല്ലേ, ചിരിക്കണോ? പ്രശ്നമൊന്നുമില്ലല്ലേ? ഇത് ഇറങ്ങി 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 അപ്പൊ ഇത് കഴിഞ്ഞു, നമുക്ക് അടുത്ത ഏരിയ പോയേക്കാം. വാ പോലെ ഇനി ഇതൊരു വരവുണ്ടാവും. ഒരു സാധനം ഇത് പോണത് എന്ത് സ്പീഡിലാണെന്നറിയാം, തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോണതിന്. ഇതാ വരുന്നുണ്ട്, ഒടുക്കാത്ത സ്പീഡുണ്ട് ഇതിന്. ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് ട്രയൽ ചെയ്യാൻ തന്നിട്ടില്ലേ, നിങ്ങടായില്ല എവിടെയും തട്ടിച്ചോ, ഇടടാ ഇട്. ആ വളിഞ്ഞ മോന്ത. ഇവിടെ കൊണ്ടില്ലേ അടുത്ത കൗണ്ടർ, ഇത് 50 റിയാലാണ്. മൊബൈൽ ഐഫോണൊക്കെ കിടക്കണ്ടായില്ല. ജസ്റ്റ് മിസ്സില്ലേ, ആ സെൻട്രലിലെ ഐഫോൺ ആടില്ലേ. ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചൊരു ഹൊറർ ഹൗസാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഈ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ പേടിപ്പിക്കാൻ ഇതൊക്കെ 1-2 ആൾക്കാർ ഇതേ നിൽക്കുന്നത്. ഒരു പെട്ടെന്ന് നമ്മളെ ബാക്കിൽ വരും, ഒരു പെട്ടെന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാട്ടില്ല, വെറുതെ പെട്ടെന്ന് നമ്മളെ അടുത്തേക്ക് വന്ന് പേടിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഏരിയയിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാടിലെ കാശ് ഏകദേശം തീർന്നു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ രണ്ടോളം കയറാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു ഈ എന്താണ് ജൈൻറ്റ് വീലോ, ജൈൻറ്റ് വീല് പറഞ്ഞാൽ ഈ നമ്മളെ ഈ ഒരു സാധനത്തിലിട്ടില്ലേ. ഇപ്പോൾ ലൈൻ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടായിട്ടില്ല ഇതിൻ്റെ അകത്ത് കയറുന്നത്. അപ്പോൾ സാധനം പൊന്തി തുടങ്ങി. ഇവിടുന്ന് നമ്മുടെ ഈ ഒരു വണ്ടർ ഗാർഡൻ്റെ ഏകദേശം ഫുൾ വ്യൂ ആണ് ഉള്ളത്. നല്ല കളർഫുള്ളായിട്ടുള്ള വ്യൂ ഉള്ളത്. ഏതാ വ്യൂ, ഫുള്ള് ലൈറ്റ് ആയിട്ടില്ല. അടിയിലെന്നോ എന്താ സെറ്റ് അറിയാം.
ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വല്ലാതൊന്നുമില്ല, പക്ഷെ റൈറ്റ് സൈഡിലോട്ടുള്ള വ്യൂ എന്താ വ്യൂ അറിയാം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടില്ലേ, അവസാനം സംഭവം കഴിഞ്ഞിട്ടില്ലേ റൗണ്ട് അടിച്ചു. അത്യാവശ്യം നല്ല വ്യൂ കിട്ടി. ഓ എന്താ രസം എന്ന് പറയാൻ, നൈറ്റ് വ്യൂ ആയപ്പോൾ ഭയങ്കര സെറ്റ് ടോപ്പ്. ആ ഇങ്ങോട്ട്. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് കഴിഞ്ഞ് ഇത് മുതലായിട്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മുതൽ. ഇത്രയും പൈസ കൊടുത്തില്ല, ലാസ്റ്റ് മുതലായത് ഇതാണ്. നല്ല ലുക്ക്, നല്ല ഫീൽ ഇട്ടില്ലേ ഏതായാലും. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങി ഏകദേശം എല്ലാ ഭാഗം കവർ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.